to Santosh Santos Easy Maths. I'm here mentioning about surface area and volumes. Continuation. And the second question. So here. The question okay. A toy is in the form of a cone of radius 3.5 centimeter mounted on a hemisphere of same radius. The total height of the toy is 15.5 centimeter. Find the total surface area of the toy. കണ്ടല്ലോ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി ഇതൊരു ടോയ് ആണ് അല്ലേ? അതിന് ഏത് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് എ കോൺ ഓഫ് റേഡിയസ്. അത് കോണും ആണ് അല്ലെ? അതിന്റെ റേഡിയസ് കോൺ ഓഫ് റേഡിയസ് 3.5 സെന്റിമീറ്റർ മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ. ഒരു ഹെമിസ്ഫിയറിൽ ഈ കോണ് മൗണ്ട് ചെയ്തിരിക്കുക അല്ലെ, അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. The total height of the toy is 15.5 centimeter. ഈ കോൺ മുതൽ ഈ ഹെമിസ്ഫിയർ അല്ലെ, അതായത് ഈ ടോയിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ് 15.5 സെന്റിമീറ്റർ. ശ്രദ്ധിക്കണം, കോണിന്റെ ഹൈറ്റ് തന്നിട്ടില്ല, ഹെമിസ്ഫിയർ ഹൈറ്റും തന്നിട്ടില്ല, സെപ്പറേറ്റ് തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. അപ്പം ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണുന്നത്. മിക്ക കുട്ടികളും തെറ്റായി ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം തന്നിരിക്കുന്നത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ എന്ന് പറഞ്ഞ് അവർ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതി വെക്കാറുണ്ട്. TSA ഓഫ് എ കോൺ എന്നും TSA ഓഫ് എ ഹെമിസ്ഫിയർ എന്നും എഴുതി വെക്കാറുണ്ട്. തെറ്റാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഡിറ്റാച്ച് വെച്ചിരിക്കുകയാണ്. അതായത് കോണ്, ഇത് കോണ്, അതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. ശ്രദ്ധിച്ചാലോ, ഇതിന്റെ ബേസ് ഏരിയ സർക്കിൾ. അപ്പൊ ബേസ് ഏരിയ ഓഫ് സർക്കിൾ നിങ്ങൾക്ക് അറിയാം, πr സ്ക്വയർ ആണ്. അതുപോലെ തന്നെയാണ് ഹെമിസ്ഫിയറിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞ സർക്കിൾ പോലെയാണ്. അതിന്റെ ഫോർമുല എന്താണ്? ബേസ് ഏരിയ πr സ്ക്വയർ. അപ്പൊ ഈ πr സ്ക്വയർ ഈ π സ്ക്വയർ നമ്മൾ കാണുന്നില്ല, കാരണം ഇത് രണ്ടും ക്ലോസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഈ രണ്ട് ബേസ് ഏരിയ കാണാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അത് ആ അറ്റാച്ച് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് ഡിറ്റാച്ച്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്ന, ഒരിക്കലും ഇത് ചെയ്യരുത്. മിക്കവാറും എല്ലാ കുട്ടികളും TSA ഓഫ് എ കോൺ എന്ന് പറയുമ്പോൾ πr പ്ലസ് πr സ്ക്വയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെമിസ്ഫിയറുടെ TSA കാണുമ്പോൾ 3πr സ്ക്വയർ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും, കാരണം TSA ആണ് ചോദിച്ചിരിക്കുന്നത്, മിക്കവർക്കും ആ കൺഫ്യൂഷൻ വരാറുണ്ട്. TSA എന്ന് പറഞ്ഞാൽ ഇത് CSA ആണ് കാണേണ്ടത്. CSA ഓഫ് എ കോണും CSA ഓഫ് എ ഹെമിസ്ഫിയർ ആണ് കാണുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ ആണ് കാണുന്നത്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടില്ല കർവ്ഡ് സർഫസ് ഏരിയ. അതുകൊണ്ട് മിക്ക കുട്ടികളും ഇത് TSA വെച്ചാണ് ചെയ്തു വെച്ച് ആൻസർ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമുക്ക് ഈ ബേസ് ഏരിയ കാണത്തില്ല. മനസ്സിലായോ? ഈ ബേസ് ഏരിയ, അതുപോലെ കോണിന്റെ ബേസ് ഏരിയയും ഹെമിസ്ഫിയറുടെ ബേസ് ഏരിയയും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഓൺലി ഈ കർവ്ഡ് സർഫസ് ഏരിയ, അതുപോലെ ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ, അപ്പൊ TSA ഓഫ് എ ടോയ് എന്ന് പറയുമ്പോ, അപ്പൊ നമുക്കറിയാം, നോക്കേ, TSA of a toy equal CSA of a cone plus CSA of a hemisphere. ശ്രദ്ധിക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യണം. അപ്പൊ TSA of a toy is equal to CSA of a cone plus CSA of a hemisphere. അപ്പൊ നിങ്ങൾക്കറിയാം CSA of a cone എന്താണ്? കോണിന്റെ ഫോർമുല എന്താണ് പറഞ്ഞേ? πrl അല്ലേ? πrl പ്ലസ് ഹെസിയസ് ഓഫ് ഹെമിസ്ഫിയർ എന്തുവാ? 2πr സ്ക്വയർ. മനസ്സിലായില്ലേ? 2πr സ്ക്വയർ. കാരണം സ്ഫിയറിന്റെ ഹാഫ് ആണ് ഹെമിസ്ഫിയർ. സ്ഫിയറിന്റെ ആണെങ്കിൽ 4πr സ്ക്വയർ, ഇതിലാണെങ്കിൽ 2πr സ്ക്വയർ. CSA ഓക്കെ. അപ്പൊ CSA ഓഫ് ഇപ്പോൾ 2πr സ്ക്വയർ. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ L തന്നിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ എവിടെയും എല്ലിന്റെ പറഞ്ഞിട്ട്, എല്ലിൽ നിന്നാണ് സ്ലാന്റ് ഹൈറ്റ് ആണ്. സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ നമുക്ക് ഈ കോണിന്റെ സ്ലാന്റ്, ഞാൻ ഇവിടെ ഒരു ഹൈറ്റ് വരച്ചിട്ടുണ്ട് അല്ലെ? ഇതിനെ സെപ്പറേറ്റ് നമുക്ക് ഇതിനെ ഏതാണ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഇത്രയും ഭാഗം കണ്ടോ? ഞാൻ ഈ ഹൈറ്റ് ആണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്.
ഇത്രയാണ്. അപ്പൊ ഇത് ബേസ് 3.5, ഹൈറ്റ് ടോട്ടലി 15.5 ആണ്. പക്ഷെ നമുക്ക് ഈ കോണിന്റെ ഹൈറ്റ് അറിയത്തില്ല. ശ്രദ്ധിക്കണം, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഹെമിസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെമിസ്ഫിയറിന്റെ റേഡിയസ് തന്നെയാണ് അതിന്റെ ഹൈറ്റ്. അപ്പം ഇത് 3.5 ആണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയാ? 3.5 ആണ്. ഹെമിസ്ഫിയറുടെ ഹൈറ്റ് 3.5 ആണ്. അപ്പോൾ ഈ കോണും ഹെമിസ്ഫിയറും ചേർത്താണല്ലോ 15.5. അപ്പൊ ഹെമിസ്ഫിയറിന്റെ 3.5 മൈനസ് ചെയ്യുമ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടും? ഇത് 12 ആയിരിക്കും കിട്ടും അല്ലെ? ഈ കോണിന്റെ ഹൈറ്റ് മാത്രം എത്ര കിട്ടും? 12. അപ്പൊ നമുക്ക് ഇവിടെ 12 കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി അർത്ഥം എന്താ? ഈ സ്ലാന്റ് ഹൈറ്റ് ഇല്ലേ, അതായത് അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണുന്നു അല്ലെ, പൈതഗോറസ് തിയറം പോലെ അല്ലെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് L കണ്ടുപിടിക്കണമെങ്കിൽ L is equal to r square minus r square plus r square plus എന്താണ്? ഹൈറ്റ് അല്ലെ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് കാണേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിക്കളയാം. റൂട്ട് ഓഫ് ഏതാണ്? L അല്ലേ കാണേണ്ടത്? L is equal to base square, right? 3.5 the whole square plus 12 square, isn't it? അപ്പൊ 3.5 എത്രയാണ്? 35 ഞാൻ സ്ക്വയർ റൂട്ടിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് 12225, that is 12.25 plus 12 square 144. ഓക്കേ, ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് നോക്കിയേ. 144.00 ഇവിടെ ഇല്ല. 12.25. അപ്പൊ ഇത് 5, ഇത് എത്രയാ വരുന്നത്? 2, here is 6, here is 156.25. കണ്ടല്ലോ. അപ്പൊ ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പൊ സ്ക്വയർ റൂട്ട് കാണാൻ എന്താ വഴി? നോക്കിയേ ഇതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണെന്ന്. 1 ആദ്യം ഡെസിമൽ ഇല്ലാന്ന് നോക്കാം. 156.25 എത്രയാണ് ഇതിന്റെ? ഞാൻ മുമ്പ് സ്ക്വയർ റൂട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. മനസ്സിലായോ? റൈറ്റ് ചെയ്യുന്ന 2 to 2 സ്പ്ലിറ്റ് ചെയ്യണം. Here is 2, here is 1. അപ്പൊ 1, here is 1 മൈനസ് ചെയ്യാം. ഇനി 56 നെ ഡ്രോപ്പ് ചെയ്യാം. 1 ന്റെ ഡബിൾ 2. ഇതിന്റെ നിയറസ്റ്റ് ഏതാ കൊടുക്കുന്നത്? അതായത് നമുക്ക് ഇവിടെ 6 ആണ് വരുന്നത്. 6 ന്റെ ഉള്ളിൽ നിൽക്കണം. അതായത് 3 കൊടുത്താൽ അവിടെ 3 കൊടുത്താൽ 9 ആയിപ്പോ. 2 കൊടുത്താൽ 2 കൊടുക്കാൻ പറ്റത്തുള്ളൂ. 3 കൊടുത്താൽ എന്ത് സംഭവിക്കും? 6 കൂടി പോകും. 3 3 9 ആവും, വെളിയിലാവും. അപ്പോൾ 2 കൊടുക്കുക. അപ്പൊ എത്രയാ വരുന്നത്? 2 2s are 4, 2 2s are 44 അല്ലെ. 2 കൊടുത്താൽ 44, then 6 in 4 പോയാൽ 2, 5 in 4 പോയാൽ 1. and ഇനി ഈ രണ്ട് നമ്പറിനെ താഴോട്ട് ഇറക്കാം അല്ലേ. അപ്പോൾ 1 2 2 5, ഈ 12 ന്റെ ഡബിൾ എത്രയാണ്? 24 അല്ലേ. ഇനി ഇവിടെ 5 ലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 വെച്ച് തന്നെ മൾട്ടിപ്ലൈ നോക്കാം. 5 in 5 25, 2 5 4s are 20 plus 2 22, 2 5 2s are 10 plus 12, 1 2 2 5. അപ്പോൾ നമുക്ക് 125 ആണ് 15625. അപ്പോൾ നമുക്ക് ഇവിടെ 156.25 ആണ് വന്നിരിക്കുന്നത്. അത് 2 ഡിജിറ്റ് ആകുമ്പോൾ ഇവിടെ 1 ഡിജിറ്റ്. അപ്പോൾ 12.5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 12.5. അപ്പോൾ L നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു 12.5. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇതെല്ലാം ഇത്രയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഞാൻ ഫോർമുല പഠിച്ചു വെച്ച് L സ്ലാൻഡ് ഹൈറ്റ് കാണേണ്ടതാണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് തന്നിട്ടില്ല, ടോട്ടൽ ഹൈറ്റേ തന്നിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ. അപ്പൊ L എന്ന് പറയുമ്പോൾ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ പലരും ഇത് വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ തന്നെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് മൈനസ് ചെയ്താൽ കോണിന്റെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ L കാണേണ്ടതുള്ള ആ രീതിയിലുള്ള ഫോർമുല അറ്റാച്ച് ചെയ്യണം. ഫോർമുല തന്നെ പറഞ്ഞ് അത് ഫോർമുല കഴിഞ്ഞ് അടുത്ത സ്ക്വയർ റൂട്ട് കാണണം. ഇതെല്ലാം വന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യന്റെ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. മനസ്സിലായി? ഇത്രയും പാടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഒന്നൊന്നാ സ്പെസിഫൈ ചെയ്യുന്ന ഒന്നൊന്നാ മനസ്സിലാക്കി ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയല്ലോ 12.5 എന്നുള്ളത്. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. പൈ അങ്ങനെ കൊടുക്കാം. പൈ r നമുക്കറിയാം. പൈ ഇൻറ്റു 3 എത്രയാണ്? 5 ഇൻറ്റു L നമ്മളിപ്പോ കണ്ടുപിടിച്ചു. എത്രയാണ്? 12.5 പ്ലസ് 2 പൈ r സ്ക്വയർ. 2 ഇൻറ്റു
പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 3.5 the whole square. Okay, then next ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 12.5 into 3.5. അതായത് നിങ്ങൾ ഇങ്ങനെ ഈ ഡെസിമൽ വെച്ച് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് കുട്ടികൾക്ക് തെറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാധാരണ ഡെസിമൽ ഇല്ലാതെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക 125 into 35 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക 5 5s are 25 2 carry over 5 2s are 10 12 1 5 1s are 5 6 25 3 5s are 15 1 3 2s are 6 7 3 1s are 3 add it 5 7 13 1 43 അല്ലേ. അപ്പൊ നിങ്ങൾ ഡെസിമൽ കൊടുക്കേണ്ട ഇവിടെ നമുക്കറിയാം ഒരു പ്ലേസ് ഇവിടുന്ന് ഒരു പ്ലേസ് ടോട്ടലി 2 പ്ലേസ് മാറി ഇവിടെ കൊടുക്കുക. അപ്പൊ ദാറ്റ് ഈസ് 43.75 isn't it പ്ലസ് ഇനി അതുപോലെ ഇവിടെ 35 നിങ്ങൾ 3.5 the whole square ഡെസിമൽ ഫ്രാക്ഷൻ വരുമ്പോൾ കുട്ടികൾ ഭയങ്കര ഒരു ഫിയർനെസ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ച് മാറ്റാനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഡെസിമല് ഒന്ന് മാറ്റി ഒന്ന് പിടിക്കുക. അപ്പൊ 35 സ്ക്വയർ അപ്പൊ നിങ്ങൾക്ക് 35 സ്ക്വയർ 155 ആണല്ലോ. അപ്പൊ ഇത് എത്ര വരും 12.25 അല്ലേ. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 12.25 ഞാൻ വേണമെങ്കിൽ അത് എഴുതാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടി എഴുതാം 2 into pi into ഇത് 35 ആണ് 35 സ്ക്വയർ നമ്മൾ 12.25. ഇനി അടുത്ത ഇത് രണ്ട് മൾട്ടിപ്ലൈ ആക്കി ഇത് അങ്ങനെ എഴുതുക 43.755 പ്ലസ് ഇവിടെ വെച്ച് അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതുന്നുള്ളൂ. ഇവിടെ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 12.25 ബേസിസ് അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഇനി 12.1225 into 2 ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ 2 5s are 10 1 2 2s are 4 5 2 2s are 4 2 1s are 2 24.5 pi കാരണം ഡെസിമൽ ശേഷം ഈ സീറോയുടെ വാല്യൂ ഇല്ല. അതാണ് സീറോ എഴുതാത്ത എഴുതിയാലും കുഴപ്പമില്ല. ഇത് എന്താണ് ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം 43.75 പ്ലസ് 24.5 here it is 5 7 plus 5 12 1 8 68 അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ് 68.25 pi. ഇനി പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ 22/7 വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 68.25 into പൈയുടെ വാല്യൂ എന്താണ് 22/7 isn't it? ഇനി ഇത് ക്യാൻസൽ ചെയ്യാം 7 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യും ഇവിടെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം എത്രയാ 68 ഇവിടെ ഡെസിമൽ ഇല്ലാന്ന് നിങ്ങൾക്ക് നോക്കിക്കോളൂ 6825 നിങ്ങൾക്ക് ഡെസിമൽ വരുമ്പോൾ നല്ല പ്രയാസം ഉണ്ടാവുന്നത്. ഡെസിമൽ ഇല്ലാന്ന് പിന്നെ അവസാനം ലാസ്റ്റ് ഡെസിമൽ മാറ്റിക്കോളൂ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 എത്ര 7 7 9s are 63 isn't it? 18 3.5 that is 2 52 എത്ര 7 ഉണ്ട് 7 times 7 7s are 49 അല്ലേ. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യാം 4 1 12 9 5 എത്രയാ 3 and it is 5 drop here 35 how much 5 times and ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഡെസിമൽ ഇത് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഡിവൈഡ് ചെയ്തപ്പോൾ 1 ഇവിടെ 2 പ്ലേസ് ആണ് 1 പ്ലേസ് കൊടുക്കാം 97.5 ആണ് ഇത് കട്ട് ചെയ്ത് കിട്ടിയത് അല്ലേ. ഇത് കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഇൻറ്റു ഈ 22 ഉണ്ട്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ നോക്കിക്കോളൂ 975 into 22 2 5s are 10 1 2 7s are 14 1 15 1 2 9s are 18 1 19 അല്ലേ. ഇനി അടുത്ത ഇതേ ആൻസർ 2 ഉണ്ടല്ലേ. അപ്പൊ ഇതേ ആൻസർ അങ്ങോട്ട് എഴുതാം 0 5 9 1 0 5 14 1 എത്രയാ 1 അപ്പൊ എത്ര 11 ആയില്ലേ 1 2 14 214 10 214 50 അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു പ്ലേസ് മാറ്റിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഒരു പ്ലേസ് ഇവിടെ മാറ്റിക്കോളൂ എത്ര ടോട്ടൽ വരുന്നല്ലേ അല്ലേ. ഇവിടുന്ന് രണ്ട് പ്ലേസ് അല്ലേ. ഇവിടെ നമുക്ക് 0 ഉണ്ട് 0 ആണ് നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ രണ്ട് പ്ലേസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പ്ലേസ് അങ്ങ് മാറ്റിക്കോളൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ് 214.5 നമുക്ക് അതിന്റെ ഡെസിമൽ 0 വാല്യൂ ഇല്ല. എത്രയാണ് മീറ്റർ സ്ക്വയർ ആണ് മീറ്റർ സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ സംഗതി.
നല്ലോണം മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. പ്രധാനമായും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് ചോദിക്കുമ്പോൾ മിക്ക കുട്ടികളും TSA ഓഫ് എ കോൺ പ്ലസ് TSA ഓഫ് എ ഹെമിസ്ഫിയർ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് തന്നെ പേപ്പർ കൊണ്ടുവന്ന് ഞാൻ തെറ്റായി ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. TSA ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ കുട്ടികൾ TSA ഓഫ് എ കോൺ പ്ലസ് TSA ഓഫ് എ ഹെമിസ്ഫിയർ തെറ്റാണ്, മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയാണ്, ആ ബേസ് ഏരിയ നമുക്ക് കാണത്തില്ല. അത് ഞാനിപ്പോ ഡിറ്റാച്ചാ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ അറ്റാച്ച് ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ബേസ് ഏരിയ ഈ ബേസ് കാണത്തില്ല. സോ ഇതിന്റെ പൈ ആർ സ്ക്വയറും ഇതിന്റെ പൈ ആർ സ്ക്വയറും നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പൊ CSA മാത്രമാണ് CSA എഴുതണം. മനസ്സിലായല്ലോ? CSA ഫോർമുല അപ്ലൈ ചെയ്യുക. പൈ ആറിലുണ്ട്, അപ്പൊ എല്ല് ഇവിടെ ഉണ്ട്, എല്ല് കാണാം, സ്ലാൻഡ് റേറ്റ് കാണാം. അത് പൈതഗോറസ് തിയറം വെച്ച് നിങ്ങൾ അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിൽ സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്ക്വയർ റൂട്ട് മിക്ക കുട്ടികളും 10th സ്റ്റാൻഡേർഡ് 9th അതായത് ഹയർ സ്റ്റഡീസ് ക്ലാസ്സിൽ +2 കുട്ടികൾക്ക് പോലും സ്ക്വയർ റൂട്ട് എങ്ങനെ കിട്ടണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സ്ക്വയർ റൂട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, കണ്ടല്ലോ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.